നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് മുട്ടൻ പണി വരുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നു. വധശ്രമമടക്കം ഇവർക്കെതിരെ വകുപ്പുകൾ ചുമത്താനുള്ള നീക്കമാണ്. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടും, താമസിയാതെ പുറത്താക്കപ്പെടും. അങ്ങനെ വളരെ കൃത്യമായി തന്നെ VD സർക്കാർ അതിനുള്ള ആസൂത്രണം നടത്തുന്നുണ്ട്. മാത്രമല്ല, മറുഭാഗത്ത് ഈ രക്ഷാപ്രവർത്തകരാകട്ടെ എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ സ്റ്റാഫിൽ കടന്നുകൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന് സർവീസ് സംഘടനകൾ വഴി ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അതിന് മുൻപ് നടപടി വരും എന്നത് ഉറപ്പ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. VD സർക്കാരിൽ വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനം വൈകുന്നു. ഫിഷറീസിൽ തട്ടി തർക്കപരിഹാരം, ലീഗിന് വകുപ്പ് നൽകരുതെന്ന് ലത്തീൻ സഭ. ഇന്ന് രണ്ടാം മന്ത്രിസഭാ യോഗം. സുപ്രധാന തീരുമാനങ്ങൾക്കു സാധ്യത. G സുധാകരൻ പ്രോട്ടേം സ്പീക്കറായി അല്പസമയത്തിനകം സ്ഥാനമേൽക്കും. പിണറായിയുടെ രക്ഷാപ്രവർത്തകർക്ക് മുട്ടൻ പണി വരുന്നു. വധശ്രമം ചുമത്താൻ നീക്കം, വകുപ്പുതല നടപടിയും വരും. പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിലേക്ക് കയറാൻ ശ്രമം തുടങ്ങി അനിൽകുമാറും സന്ദീപും. ഉദ്യോഗസ്ഥർ നിലവിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ ഉടൻ. ഇന്ന് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം. സൗജന്യം ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഒതുക്കിയേക്കും. പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ചതിൽ നിർണായക വഴിത്തിരിവ്. പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് മരിച്ച സോന തന്നെയെന്ന് സ്ഥിരീകരണം. ഭർത്താവിന് സംഭവത്തിൽ പങ്കില്ലെന്ന് പോലീസ്. CCTV ദൃശ്യം തെളിവ്. കോഴിക്കോട് അങ്കനവാടി ജീവനക്കാരിയെ ലൈംഗികമായി അതിക്രമിച്ച് CPM നേതാവ് ഒളിവിൽ. തെരച്ചിൽ തുടരുന്നതായി പോലീസ്. പ്രതി MM പ്രസാദിനെ പുറത്താക്കി CPM. ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി ട്രംപ്. കരാർ പാലിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും ആക്രമണം. വ്യോമാക്രമണത്തിൽ നിന്ന് 1 മണിക്കൂർ മുൻപ് മാത്രമാണ് US പിന്മാറിയതെന്നും അവകാശവാദം. ഭീഷണി തള്ളി ഇറാൻ. മുസ്തഫ ഖമനേയി പൂർണ്ണ ആരോഗ്യമാണെന്ന് ഇറാൻ. ഗുരുതര പരിക്കേറ്റത് ശത്രുരാജ്യങ്ങളുടെ പ്രചാരണമെന്നും വിശദീകരണം. ഇറാനിയൻ പ്രസിഡന്റ് ഖമേനിയെ കണ്ടതായും ഇറാൻ മാധ്യമങ്ങൾ. കഴിഞ്ഞ 12 മാസങ്ങൾക്കുള്ളിൽ രാജ്യം ഒപ്പിട്ടത് 9 സ്വതന്ത്ര വ്യാപാര കരാറുകൾ. കരാറുകൾ ഒപ്പിട്ടത് 36 രാജ്യങ്ങളുമായി. ഹോർമുസിലെ വെല്ലുവിളികളും ആഗോള പ്രതിസന്ധികളും മറികടക്കാൻ ഇന്ത്യക്ക് സഹായകരമെന്ന് വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ പുലിവാൽ പിടിച്ചു വിജയ്. LTT സ്ഥാപകൻ V പ്രഭാകരൻ ആദരമർപ്പിച്ചത് രാഷ്ട്രീയ വിവാദം. പ്രഭാകരൻ കൊല്ലപ്പെട്ട ശ്രീലങ്കയിലെ മുള്ളിവായ്ക്കലിനെ പരാമർശിച്ചുകൊണ്ട് കുറിപ്പ്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യമിട്ട് BJP. രാജീവ് ഗാന്ധിയുടെ വധത്തിന് ഉത്തരവാദികളായ സംഘടനയുടെ തലവനെന്ന് ഓർമ്മപ്പെടുത്തൽ. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 4ാമത്തെ സ്ക്വാഡ്രൺ ഈ ആഴ്ച ഇന്ത്യയിലെത്തും. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള രാജസ്ഥാനിൽ വിന്യസിക്കും. 5ാമത്തെ സ്ക്വാഡ്രൺ അടുത്ത വർഷത്തോടെ. മെറ്റയിൽ കൂട്ടപ്പിരിച്ചുവിടൽ വരുന്നു. 8000 പേരെ പിരിച്ചുവിടാൻ നീക്കം. നിയമനം നടത്തിവന്ന 6000 ഒഴിവുകൾ നിർത്തലാക്കും. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത് AI-യുമായി ബന്ധപ്പെട്ട വൻ മൂലധന ചെലവ് കണ്ടെത്തുന്നതിന്. കുതിച്ചുയരുന്ന ഇന്ധനവിലയിൽ കോളടിച്ച് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ. മെയ് മാസത്തെ ആദ്യ 2 ആഴ്ച ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന 49,809 കവിഞ്ഞു. മുൻ വർഷത്തേക്കാൾ 13.5% വളർച്ച. വൈദ്യുവാഹനങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശവുമായി കേന്ദ്രം. പെട്രോൾ ഡീസൽ കാറുകൾ ഒഴിവാക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഗ്രാമീൺ ബാങ്കുകൾക്കും നിർദ്ദേശം. IPL-ൽ കത്തിക്കയറി വൈഭവ് സൂര്യവംശി. ഇതുവരെ അടിച്ചുകൂട്ടിയത് 13 മത്സരങ്ങളിൽ നിന്ന് 579 റൺസ്. സിക്സറുകളുടെ എണ്ണം 53. ഇനി വൈഭവിന് മുന്നിൽ 59 സിക്സറുകൾ നേടിയ ക്രിസ് ഗെയിൽ മാത്രം. ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വരികയാണ്. ഇന്നലെയാണ് ഇറാനെതിരെയുള്ള ആക്രമണം താൻ നിർത്തിവെക്കുന്നു, മിസൈൽ ആക്രമണമടക്കം പദ്ധതിയിട്ടിരുന്നു, നിർത്തിവെക്കുന്നു. അതും ഗൾഫ് രാജ്യങ്ങളുടെ, സൗദിയുടെയും
ഖത്തറിൻ്റെയും UAE-യുടെയും ഒക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിർത്തിവെക്കുന്നു എന്ന പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സൈന്യാക്രമണം നടത്താൻ അമേരിക്ക ഇപ്പോൾ പൂർണ്ണ സജ്ജമാണെന്നാണ് ട്രംപിൻ്റെ വെല്ലുവിളി. ഇറാനിൽ നടത്താനിരുന്ന വ്യോമാക്രമണത്തിൽ നിന്ന് 1 മണിക്കൂർ മുൻപ് മാത്രമാണ് US പിന്മാറിയതെന്നും വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് വെളിപ്പെടുത്തിയാണ്. അതേസമയം ട്രംപ് പറയുന്ന വെല്ലുവിളികളോട് ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ട്രംപിങ്ങിനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഏതാക്രമണവും നേരിടാൻ തങ്ങൾ സജ്ജരാണ് എന്നും വെറുതെ വെല്ലുവിളിച്ച് സമയം മെനക്കെടുത്തണ്ട എന്നും മറ്റുമാണ് പറയുന്നത്. ഏതായാലും ഇത്തരം വെല്ലുവിളികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ഇത്തരം വെല്ലുവിളികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസവും UAE-യിലടക്കം ഖത്തറിലും മറ്റും ചില വ്യോമാക്രമണങ്ങൾ, ചില മിസൈൽ, ചില ഡ്രോൺ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതൊക്കെ തടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇറാന് ഇനി അധികം സമയം ലഭിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഈ ട്രംപിന്റെ വെല്ലുവിളി ഇത് പുതിയതല്ല. ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇറാൻ യാചിക്കുകയാണ് സമാധാന ശ്രമത്തിനായി എന്ന് മറ്റുമാണ്. പക്ഷേ ഇറാന് ഒരു കൂസലുമില്ല. അതാണല്ലോ സംഭവിക്കുന്നത്. അറിഞ്ഞത് തീർച്ചയായിട്ടും ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വീണ്ടും സങ്കീർണമാവുകയാണ്. ആക്രമണത്തിന് തയ്യാറാണ് എന്ന് അമേരിക്ക ഇപ്പോൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ യുദ്ധത്തിനില്ല, ഒരു ദിവസത്തേക്കാണ് യുദ്ധം നിർത്തിയതെന്ന വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ, അതായത് സൗദി അടക്കമുള്ള UAE അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. അവർ അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ആക്രമണത്തിന് മുതിരായിരുന്നത്. ഏറ്റവും ഒടുവിൽ 1 മണിക്കൂർ മാത്രം ശേഷിക്കെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അതായത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം. ആ 1 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇറാനാകട്ടെ ഇക്കാര്യമൊക്കെ സംഭവിക്കുമ്പോഴും അവർക്ക് ഒരു കൂസലുമില്ല എന്നതാണ്. മാത്രമല്ല, അവർ കഴിഞ്ഞ ദിവസം ഒരു ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ട്രംപിനെയും അതോടൊപ്പം തന്നെ നെതന്യാഹുവിനെയും കൊലപ്പെടുത്തുന്നവർക്ക് വലിയ തുക, അതായത് ഇന്ത്യൻ രൂപ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 550 കോടി രൂപ ഇനാമായി നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ ഇപ്പോഴും ഇറാൻ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, മുസ്തഫ ഖമേനിക്ക് പരിക്ക് പറ്റിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വരുന്നത് അദ്ദേഹത്തിൻ്റെ കൈകാലുകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തോ ഒന്നും തന്നെ ഒരു പരിക്കും ഏറ്റിട്ടില്ല, ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന തരത്തിലൊക്കെ വരുന്ന വാർത്തകൾ തെറ്റാണ്. എന്നാൽ ചെവിക്ക് പിറകിൽ ഒരു പോറലേറ്റു എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണം ഖമേനിയെ ലക്ഷ്യം വെച്ച് നടന്നു എന്ന കാര്യം ഇറാൻ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ചില വാദങ്ങൾ ശരിയാണ്. പക്ഷേ മുസ്തഫ ഇപ്പോഴും എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമില്ല. റഷ്യയിലാണ് എന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ഇറാനിലാണെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണം ഏത് നിമിഷവും നടക്കാവുന്ന സാഹചര്യമാണ്. ഇനി ഒരു പിന്തുടർച്ച അവകാശി കൂടി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇറാനെ സംബന്ധിച്ച് വലിയ ആഘാതമാകും. അവരുടെ പരമോന്നത നേതാവായാണ് ഇപ്പോൾ മുസ്തഫ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മുസ്തഫയുടെ ജീവന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. റഷ്യയിലേക്ക് മാറി എന്ന തരത്തിലുള്ള വിവരങ്ങൾ, അനൗദ്യോഗിക വിവരങ്ങളാണ്, രാജ്യത്തില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. റഷ്യ ആകട്ടെ ഇപ്പോൾ ഈ സാഹചര്യങ്ങളെ വളരെ ഗൗരവമായി വിലയിരുത്തുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. കാരണം ഈ ട്രംപ് ചൈനീസ് സന്ദർശനം നടത്തിയതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റും വ്ളാഡിമിർ പുടിനും ഇപ്പോൾ ചൈനയിലേക്ക് പോവുകയാണ്. കാരണം ദീർഘകാലമായി ചൈനയും റഷ്യയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. അവിടെയാണ് ട്രംപ് എത്തുകയും മറ്റ് ചില വ്യാപാര കരാറുകളിൽ ഒപ്പിടുകയും ചെയ്തത്. ചൈനയ്ക്ക് മനംമാറ്റമുണ്ടാകുമോ എന്ന ഒരു ആശങ്ക റഷ്യയ്ക്കുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കിട്ട പുടിൻ്റെ സന്ദർശനം എന്ന വിവരം കൂടി വരുന്നു. പക്ഷേ അത് നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ്. ഇപ്പോൾ തിടുക്കപ്പെട്ട് നടത്തുന്ന ഒരു സന്ദർശനമല്ല എന്ന് കൂടി റഷ്യ വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഈ മുസ്തഫ ഖമേനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ വിനോദ്, ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ മുസ്തഫയ്ക്ക് വലിയ പരിക്കേറ്റു എന്നും മറ്റുമായിരുന്നു നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. മുസ്തഫയുടെ പല അവയവങ്ങളും മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കൈകാലുകൾക്കും മുഖത്തിനും മറ്റും ഗുരുതരമായി പരിക്കേറ്റു എന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇറാൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഇറാനല്ല, അമേരിക്കൻ ഇസ്രായേലിൻ്റെ അവകാശവാദം ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് സർജറി, കൃത്രിമ അവയവം വെച്ചുപിടിപ്പിക്കുന്നതിനും വിധേയമായതായും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഇറാൻ്റെ അവകാശവാദം ഒപ്പം മുസ്തഫ യുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് മുസ്തഫയെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കാണുകയും സന്ദർശിക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണത്തിന് ശേഷം പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ മുസ്തഫ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. പക്ഷേ ഈ അവകാശവാദങ്ങളെയൊക്കെ ഖണ്ഡിക്കുന്നതും അത്തരമൊരു കാര്യമാണല്ലോ. രഞ്ജിത്ത്, മുസ്തഫ കൊല്ലപ്പെട്ടു എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ വാർത്തകൾ പുറത്തു വന്നത്. ആഴ്ചകൾക്ക് മുൻപ് അത്തരത്തിലുള്ള വാർത്തകളാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു അവകാശവാദം വന്നിരുന്നു. മുസ്തഫയും ജീവനോടെ ഇല്ല എന്ന കാര്യം. പക്ഷേ
മുസ്തഫയുടെ വീഡിയോകളോ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെ ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന വീഡിയോകളൊന്നും വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല പെസഷ്കിയാനും അരഗാച്ചിയുമൊക്കെയാണ് ഇറാനു വേണ്ടിയുള്ള വാദങ്ങൾ നിരത്തി അവരുടെ വീഡിയോ ഒക്കെയാണ് പുറത്തു വരുന്നത്. അവരാണ് മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. പരമോന്നത നേതാവ് അങ്ങനെ സാധാരണ നിലയിൽ മറ്റിടങ്ങളിലേക്ക് പോകാറില്ല. എങ്കിൽ തന്നെയും മുസ്തഫയുടെ വീഡിയോ ഒന്നും തന്നെ വരുന്നില്ല എന്നത് ഗൗരവമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ആയത്തുള്ള ഖമേനി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോസും അദ്ദേഹം യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും അതിൻ്റെ വീഡിയോസും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. മുസ്തഫ ജീവനോടെ ഇല്ല എന്ന ഒരു വാദം അത് ആദ്യം മുതൽ വന്നതാണ്. പക്ഷേ പിന്നീട് അതിൽ ഒരു മാറ്റമുണ്ടായി. മുസ്തഫയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന ഒരു അവകാശവാദമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ ഇപ്പോഴും മുസ്തഫ എവിടെ എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമില്ല. അവിടെയാണ് റഷ്യയിലുണ്ട് എന്ന ചില സൂചനകൾ വരുന്നത്. അതിനിടയിലാണ് ഈ ചൈനയും അമേരിക്കയുമായി മറ്റ് വ്യാപാര കരാറിലേക്ക് പോകുന്നത്. ചൈനയ്ക്ക് നേരത്തെ വലിയ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. അത് ഈ റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. എങ്കിൽ തന്നെയും ചൈന അതിൽ നിന്നൊന്നും പിന്മാറിയില്ല. റഷ്യയുമായുള്ള സൗഹൃദം തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ചൈനയിലേക്ക് തിരക്കിട്ട് വരികയാണ്. കാരണം ട്രംപ് വന്ന് പോയതിന് പിന്നാലെ തന്നെ ചൈനയിലേക്ക് വരുന്നു. ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് അദ്ദേഹം എത്തുന്നത്. അതായത് ദീർഘകാലമായുള്ള വ്യാപാര പങ്കാളിയാണ്. അവരുടെ ആശയഗതി അമേരിക്കയെ എതിർക്കുക എന്നൊരു ആശയഗതിയുള്ള രാജ്യമാണ്. ആ ഒരു സൗഹൃദം ചൈനയും റഷ്യയും തമ്മിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ താരിഫുകൾ വലിയ തോതിൽ കുറയ്ക്കുകയും ഈ അമേരിക്കയുമായി എണ്ണ വാങ്ങാനുള്ള ഒരു കരാറിലേക്ക് ചൈന പോവുകയുമാണ്. മാത്രമല്ല മറ്റ് IT രംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ ഉൽപ്പാദന രംഗത്ത് ചൈനയ്ക്ക് വലിയ മേൽക്കൈയുണ്ട്. അവർക്കൊരു വിപണി US തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ സ്വതന്ത്ര വിപണി. തീർച്ചയായും മുസ്തഫയുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണം ദൈവത്തിന് നന്ദി. ഇറാന്റെ പ്രതികരണം ദൈവത്തിന് നന്ദി. അദ്ദേഹം സുഖമായിരിക്കുന്നു. ശത്രുക്കൾ എല്ലാത്തരം കിംവദന്തികളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുകയാണ്. ശരിയായ സമയത്ത് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കും. അതുവരെ ജനങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മസൂദ് പെസഷ്കിയാൻ വെളിപ്പെടുത്താത്ത ഒരിടത്ത് വെച്ച് മുസ്തഫ ഖമേനി കണ്ടു എന്നായുള്ള വാർത്തകളും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും അധികാരമേറ്റ ശേഷം ഇതുവരെ മുസ്തഫ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദുരൂഹമായി തന്നെ തുടരുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇറാന്റെ ഈ അവകാശവാദങ്ങൾക്ക് പ്രസക്തി വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, സുപ്രധാന ലക്ഷ്യങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ സന്ദർശനം നടത്തുന്നു. ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ 5ാമത്തെ രാജ്യമാണ് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇറ്റലി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാർപ്പാപ്പയെ സന്ദർശിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ മാർപ്പാപ്പയെ കാണില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ റോമിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ആയ അന്റോണിയോ തജാനിയാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തെത്തി സ്വീകരിച്ചത്. മോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക ഉഭയകക്ഷി സന്ദർശനം കൂടിയാണ് ഇത് എന്നതുകൂടി മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ശക്തിപ്പെടുത്തുക, ഒപ്പം തന്ത്രപ്രധാനമായ പല കർമ്മ പദ്ധതികളും രൂപപ്പെടുത്തുക, പ്രതിരോധ രംഗത്തും പുനരുപയോഗ ഊർജ്ജം, ക്ലീൻ ടെക്നോളജി, ബഹിരാകാശം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയാണ് മോദിയുടെ ഈ സന്ദർശനത്തിൻ്റെ പ്രത്യേകത എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2029 ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ചർച്ചകളെന്നാണ് മനസ്സിലാക്കേണ്ടത്. സെർജിയോ മാറ്റല്ലയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കൂടാതെ റോം ആസ്ഥാനമായുള്ള UN ഭക്ഷ്യ കൃഷി സംഘടനയുടെ ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുമായും സംവദിക്കുന്നുണ്ട്. ഇൻഡോ മെഡിറ്ററേനിയൻ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം വളരുകയാണ് എന്ന് പ്രധാനമന്ത്രി മോദിയും ജോർജിയ മെലോനിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയും ഏറെ ശ്രദ്ധേയമായി. മറ്റൊരു വാർത്ത, കഴിഞ്ഞ 12 മാസങ്ങൾക്കുള്ളിൽ രാജ്യം ഒപ്പിട്ടത് 9 സുപ്രധാനമായ 38 രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളാണ്, സാമ്പത്തിക കരാറുകളാണ്. യുണൈറ്റഡ് കിങ്ഡവുമായി UK-യുമായി സ്വതന്ത്ര വ്യാപാര കരാർ എന്നുള്ളത് ഇന്ത്യക്ക് വളരെ സുപ്രധാനമായ ഒന്നായി മാറുകയാണ്. ഒമാനുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലേക്ക് രാജ്യം എത്തുകയാണ്. ന്യൂസിലൻഡുമായി ആകട്ടെ വ്യാപാര ഉടമ്പടി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചതുപോലെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം നമുക്കുണ്ട്. കാരണം ലോകരാജ്യങ്ങളിലുടനീളം വലിയ പ്രതിസന്ധികളിലൂടെ നീങ്ങുമ്പോഴാണ് ഈ 38 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
ഈ പഞ്ചരാഷ്ട്ര പര്യടനത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഇറ്റലിയിലാണ്. ഇതിനു മുൻപ് റോം, UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ അങ്ങനെ 5 രാജ്യങ്ങൾ 6 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. ഇതിൽ UAE-യുമായി ബന്ധപ്പെട്ട കരാറാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. ഹോർമുസ് കടലിടുക്കിലെയൊക്കെ നിർണായകമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ 85% ഊർജ്ജം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് ആ പ്രതിസന്ധി അതിജീവിച്ചേ പറ്റൂ. ലോകത്തിലെ 3ാമത്തെ ഊർജ്ജ ഉപഭോക്തൃ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ സാഹചര്യം ഒട്ടും സുഖകരമല്ല. പാചകവാതകത്തിൻ്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഹോർമുസിൽ പ്രതിസന്ധിയുണ്ട്. അവിടെയാണ് UAE-യുമായി സുപ്രധാനമായ കരാർ, നേരത്തെ പറഞ്ഞതുപോലെ ഒപ്പക്കിൽ നിന്ന് പുറത്തു വന്ന UAE-യുമായി സുപ്രധാനമായ കരാർ ഇന്ത്യ ഒപ്പുവെക്കുന്നത്. അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷനുമായി ഒപ്പിട്ട പെട്രോളിയം കരുതൽ ശേഖരത്തിലുള്ള കരാർ പ്രകാരം ഇന്ത്യയിലെ കരുതൽ സംഭരണശേഷി 30 മില്യൺ ബാരലിലേക്ക് വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പം LNG-യും PNG-യുടെ വിതരണം ദീർഘകാലത്തേക്ക് ഉറപ്പിക്കാനുള്ള ഏതാണ്ട് $600 കോടി പ്രധാനപ്പെട്ട കരാറുകൾ UAE-യുമായി ഒപ്പിട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുവഴി നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട നീക്കം അത് ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെതർലൻഡ്സിലെത്തിയപ്പോൾ അവിടെ ഹരിത ഹൈഡ്രജൻ, ഒപ്പം സെമി കണ്ടക്ടറുകൾ, ഇന്നൊവേഷൻ, ജല മാനേജ്മെൻറ്റ്, പ്രതിരോധ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സുപ്രധാനമായ കരാറുകളിലേക്ക് ഇന്ത്യ എത്തുന്ന പ്രധാനപ്പെട്ട കാര്യമായി. സ്വീഡനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിർമ്മിത ബുദ്ധിക്കും നവീന സാങ്കേതിക വിദ്യകൾക്കും ഏറ്റവും നിർണായകമായ രാജ്യമാണ്. അവരുമായും പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പിടാൻ ഇന്ത്യക്ക് ആയിരിക്കുന്നു. നോർവേയുടെ ബ്ലൂ എക്കണോമിക്കും ആർട്ടിക് സഹകരണത്തിനുമൊക്കെ വാതിൽ തുറന്നു നോർവേ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. ഇറ്റലിയിലാകട്ടെ പ്രതിരോധ സഹകരണം, ഉൽപ്പാദന പങ്കാളിത്തം, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള സുപ്രധാനമായ 12ഓളം കരാറുകളിൽ 38 രാജ്യങ്ങളുമായി വരുമ്പോൾ ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള സുരക്ഷിതത്വം അത് ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചൈന സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ചൈനയിലുണ്ട് ആൾ. 2 ദിവസ സന്ദർശനമാണ്. ഇന്നലെ ചൈനയിലെത്തി ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യയുമായി നല്ല വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യം കൂടിയാണ് ചൈന. നമുക്കറിയാം റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുന്ന 2ാമത്തെ രാജ്യമാണ് ചൈന എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ശക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റൊക്കെ ചൈനയിലെ സന്ദർശനം പരാജയമാണ് എന്ന വിലയിരുത്തലുകൾക്കിടെയാണ് സൗഹൃദ രാജ്യങ്ങളായ റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഇറാൻ യുദ്ധത്തിലും മറ്റും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരേ നിലപാടാണ് ഉണ്ടാകുന്നത്. US ചൈന ചർച്ച സംബന്ധിച്ച വിവരങ്ങൾ അറിയാനും റഷ്യയുടെ നിലപാട് അറിയിക്കാനും ഈ യാത്ര സഹായിക്കുമെന്നും പുടിൻ്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞ പശ്ചാത്തലം പ്രധാനമാണ്. അങ്ങനെ രാജ്യാന്തര തലത്തിൽ മറ്റൊരു തലത്തിൽ തങ്ങളുടെ ബന്ധമെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇരു രാജ്യങ്ങൾക്കും ഉള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. വിജയ്, തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ് ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, നിരോധിത സംഘടന കൂടിയായ LTTE-യുടെ സ്ഥാപകൻ V. പ്രഭാകരൻ, അതായത് വേലുപ്പള്ളി പ്രഭാകരന് ആദരമർപ്പിച്ചുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രഭാകരൻ്റെ ചരമദിനമായ മിനിഞ്ഞാന്ന് മുള്ളിവായ്ക്കൽ കൂട്ടക്കൊലയെ അനുസ്മരിച്ച് വിജയ് പങ്കുവച്ച കുറിപ്പാണ് തമിഴ്നാട്ടിലുടനീളം വലിയ രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രഭാകരൻ കൊല്ലപ്പെട്ട മുള്ളിവായ്ക്കലിനെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു വിജയുടെ ആ കുറിപ്പ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം നമുക്കറിയാം, തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയും കോൺഗ്രസുമായി അലയൻസാണ്. കോൺഗ്രസിനെ BJP ഓർമ്മിപ്പിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ഘാതകർ, രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ LTTE-യുടെ തലവനാണ് നിങ്ങളുടെ സഖ്യകക്ഷി നേതാവും മുഖ്യമന്ത്രിയുമായ വിജയ് ആദരമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങളെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി തന്നെ BJP ചില ലക്ഷ്യങ്ങൾ കാണുന്നു. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചു. അഭിലാഷ്, തമിഴ് ജനതയ്ക്ക് ോടുള്ള ആദരം, വംശഹത്യകളുമായി ബന്ധപ്പെട്ടൊക്കെ തമിഴ് ജനതയ്ക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരാൾ കൂടിയാണ് LTTE എന്ന സംഘടനയും വേലുപ്പള്ളി പ്രഭാകരനും. നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെ നമുക്ക് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഈ പ്രകീർത്തിച്ചുള്ള സംസാരമൊക്കെ ഏത് തരത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷി എടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിനെയും വെട്ടിലാക്കുന്നതാണ് ഈ നിലപാട്. രഞ്ജിത്ത്, തമിഴക രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലടക്കം വിവാദത്തിന് തിരികൊളുത്തുന്ന തരത്തിൽ ഉള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് രാജ്യം നിരോധിച്ചിട്ടുള്ള LTTE എന്ന സംഘടനയുടെ സ്ഥാപക നേതാവിന് കൂടിയാണ് ആദരം അർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേലുപ്പിള്ളി പ്രഭാകരുടെ ചരമദിനത്തിൽ ആണ് ഇത്തരത്തിലൊരു കുറിപ്പ് വിജയ് എക്സിലൂടെ പങ്കുവച്ചത്. ആ ഉള്ളടക്കം ഇങ്ങനെയാണ്: മുള്ളിവായ്ക്കലിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കും.
കടലിനപ്പുറത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ തമിഴ് സഹോദരങ്ങളുടെ അവകാശങ്ങൾക്കായി ഞങ്ങൾ എന്നും നിലകൊള്ളും. ഈ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പോസ്റ്റ് വിജയ് കുറിച്ചത് പ്രഭാകരന്റെ ചരമദിനം ആയ മെയ് 18 തന്നെ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. 2009 മെയ് 18 ശ്രീലങ്കയിലെ മുള്ളുവായ്ക്കലിൽ വെച്ചാണ് വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടത്. അതായത് ശ്രീലങ്ക സൈന്യത്തിന്റെ വെടിയേറ്റ് മരണപ്പെടുന്നത് എന്നതാണ്. ആ ചരമദിനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ BJP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. BJPയുടെ മീഡിയ സെൽ മേധാവി കൂടിയായിട്ടുള്ള അമിത് മാളവിയാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് ഇപ്പോൾ ഇതാ LTTE തലവന് വേലുപ്പിള്ള പ്രഭാകരന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംഘടനയാണ് മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ഗാന്ധിയെ വധിച്ചത്. തൻ്റെ പിതാവിനെ വധിച്ച കൊലയാളിക്ക് ആദരം അർപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ലേ എന്ന ചോദ്യം ആണ് BJP ഉയർത്തുന്നത്. ഒപ്പം കോൺഗ്രസ് എന്തുകൊണ്ട് വിഷയത്തിൽ നിശബ്ദത പുലർത്തുന്നു എന്ന ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. നമുക്കറിയാം രഞ്ജിത്ത്, തമിഴ്നാട്ടിൽ ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് എന്നതാണ്. 107 അംഗങ്ങളുള്ള TVKയ്ക്ക് 5 അംഗങ്ങളുള്ള കോൺഗ്രസ് ആയിരുന്നു ആദ്യം തന്നെ പിന്തുണയർപ്പിച്ചത്. അതും DMK സഖ്യം ഉപേക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്തുണയർപ്പിച്ചത്. അങ്ങനെയുള്ള പിന്തുണയിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ ഘാതകൻ എന്ന നിലയിൽ തന്നെ വിലയിരുത്തുന്ന ആ കൊലപാതകത്തിൻ്റെ ആസൂത്രണത്തിൽ ഉൾപ്പെടെ പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്ന ആ കേസിൻ്റെ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ള ആളിൻ്റെ ചരമദിനത്തിൽ ഇത്തരം ഒരു ആദരം അർപ്പിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 1991 മെയ് 21 രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ടത്. അന്ന് ആ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നത് ഈ ശ്രീലങ്കയിലെ ആഭ്യന്തര സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു സൈന്യത്തെ അയക്കുകയും അങ്ങനെയുള്ള സമാധാന സ്ഥാപനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഈ രാജീവ് ഗാന്ധിയെ വധിക്കാൻ LTTE തീരുമാനിക്കുകയും അങ്ങനെ ചാവേർ സ്ഫോടനം നടത്തിക്കൊണ്ട് നടപ്പിലാക്കുകയുമാണ് ചെയ്തത് എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. അങ്ങനെ ഏറ്റവും സമുന്നതനായ, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായ ഒരു വ്യക്തിയെ രാജീവ് ഗാന്ധിയെ തന്നെ കൊലപ്പെടുത്തുമ്പോൾ ഇപ്പോഴിതാ TVK ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് അതിൽ മൗനം പാലിക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നു. TVKയും ഈ വിഷയത്തിലേറെ പ്രതിരോധത്തിലാണ്. കാരണം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ സ്ഥാപക നേതാവിന് പിന്തുണയർപ്പിക്കുമ്പോൾ നമുക്കറിയാം രഞ്ജിത്ത്, തമിഴ്നാടിൻ്റെ ഒരു സ്വത്വബോധത്തെക്കുറിച്ച് നമുക്കറിയാം. തമിഴ് ജനതയ്ക്ക് ആ ജനതയോടുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ചും ഒക്കെ അറിയാം. പക്ഷേ ഈ ശ്രീലങ്കയിലെ വംശഹത്യയ്ക്ക് നേരെ ആണ് ഈ കുറിപ്പ് എന്നതാണ് TVKയുടെ പ്രതിരോധം. അതായത് ശ്രീലങ്കയിൽ നിരവധി തമിഴർ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചാണ് വിജയ് അനുസ്മരിച്ചത് എന്ന പ്രതിരോധമാണ് വിജയുടെ പാർട്ടിയുടെ വിശദീകരണം. പക്ഷേ അത് തമിഴ്നാട്ടിൽ കോൺഗ്രസ് എത്രത്തോളം സ്വീകാര്യമാകുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. വളരെ പെട്ടെന്ന് വിശദമായി തന്നെ മറ്റു വാർത്തകളിലേക്ക് തിരിച്ചു വരണം ഒരു ഇടവേളയ്ക്ക് ശേഷം. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ടുണ്ട്. VD സർക്കാരിൻ്റെ 2ാം മന്ത്രിസഭാ യോഗമാണ്. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് ലീഗ് തർക്കം തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ മന്ത്രിമാർക്ക് ഈ 2ാം മന്ത്രിസഭാ യോഗത്തിലും സ്വന്തം വകുപ്പുകൾ എന്ത് എന്നറിയാതെ പങ്കെടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. കോൺഗ്രസ്സിൽ മന്ത്രിസ്ഥാനങ്ങൾ വിഭജിക്കുന്നതിൽ മന്ത്രി വകുപ്പുകൾ വിഭജിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം മന്ത്രിസഭാ യോഗം പുരോഗമിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് യോഗം അംഗീകാരം നൽകും. മറ്റു ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, കേരളയിലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമൊക്കെ ഉണ്ട്. അത് റദ്ദാക്കണം എന്ന് ഇന്നലെ കേരളയിൽ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. മഞ്ഞക്കുറ്റികൾ എടുത്തു മാറ്റണമെന്ന് അടക്കമുള്ള ആവശ്യമാണ്. അത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. സാമ്പത്തികമായി ബന്ധപ്പെട്ട് ധവളപത്രം പുറത്തിറക്കുക എന്നതിലും തീരുമാനമുണ്ടാകും. VV അരുൺ വിവരങ്ങളുമായി ചേരുമാരോട് എന്താണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴേക്ക് വിജ്ഞാപനം ഇറങ്ങും? ഏതാണ്ട് തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ വകുപ്പുകൾ സംബന്ധിച്ച്? മന്ത്രിസഭാ യോഗം 10:30-ാണ്. ഇപ്പോൾ പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ 9:30-ക്ക് ആരംഭിക്കും. അതിനുവേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനമൊക്കെ ലോക് ഭവനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ആ സത്യപ്രതിജ്ഞ ശേഷമാകും മന്ത്രിസഭാ യോഗത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുക. 10:30-ക്കാണ് മന്ത്രിസഭാ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഈ വകുപ്പുകളുടെ പട്ടിക
ഗവർണർക്ക് കൈമാറിയേക്കുമെന്ന സൂചനകൾ ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ലോക്ഭവനിലേക്ക് പോയപ്പോൾ ആ പട്ടികയുമായാണ് പോയത്. അതായത് തൽക്കാലത്തേക്ക് ഒരു സമവായ വഴിയിലൂടെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ കൈമാറിയേക്കാം. മുഖ്യമന്ത്രി ഗവർണറെ കണ്ടിറങ്ങുമ്പോൾ അതിലൊരു വ്യക്തത ഉണ്ടാകും. 10:30 വാർത്താ സമ്മേളനം, അതിനുശേഷം വകുപ്പുകൾ സംബന്ധിച്ച് വിജ്ഞാപനം ഇറങ്ങും. ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കുമായിരിക്കും. എന്താണ് ഒരു അവസാനവട്ട സെറ്റിൽമെന്റ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഫിഷറീസ് ആർക്ക് വിട്ടുകൊടുത്തു എന്നാണ് ഇനി അറിയേണ്ടത്. അത് ഉന്നത വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, ലീഗിന് തിരിച്ചു കൊടുത്തുള്ള കാര്യവും വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും 10:30 മന്ത്രിസഭാ യോഗം ആരംഭിക്കും. സഭായോഗം ഇപ്പോൾ ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് പ്രോടൈം സ്പീക്കറായി ജി സുധാകരനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നാളെയാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. അവിടെ ജി സുധാകരനാണ് MLA-മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചോ അരുൺ? അരുണ്, ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജി സുധാകരനുമൊക്കെ ലോക്ഭവനിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതുതന്നെയാണ് രഞ്ജിത്ത്. 9:30 പ്രോടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജി സുധാകരന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതൊരു ചെറിയ ചടങ്ങ് മാത്രമാണ്. അദ്ദേഹമാകും നാളെ നിയുക്ത MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് പ്രോടൈം സ്പീക്കർ ആകേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിണറായി വിജയനും ജി സുധാകരനും ഒക്കെയാണ് മുതിർന്ന അംഗങ്ങൾ. അതിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. തിരുവഞ്ചൂർ സ്പീക്കറായി മത്സരിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് ജി സുധാകരനിലേക്ക് ആ ദൗത്യം എത്തിയത്. ഏതായാലും നാളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും നാളെയും അതുപോലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകളും നടക്കുക. അത്ര സമയത്തിനകം അദ്ദേഹം പ്രോടൈം സ്പീക്കറായി ചുമതല ഏറ്റെടുക്കും. ലോക്ഭവനിൽ ഗവർണർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും നിയുക്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖർ ഈ സത്യപ്രതിജ്ഞ സാക്ഷികളാകാൻ അവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രിസഭായോഗം ഇന്ന് 10:30 ചേരും. ഇപ്പോൾ അവിടെ പ്രോടൈം സ്പീക്കറിന്റെ ചടങ്ങുകൾ നിയമിക്കുന്ന ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, നമുക്ക് ആ ചടങ്ങ് ആരംഭിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. മറ്റൊരു കാര്യം, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് സർക്കാർ. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാനാണ് നിലവിൽ സർക്കാർ ആലോചിക്കുന്നതെങ്കിൽ പോലും ഒരുപക്ഷെ ഫാസ്റ്റ് പാസഞ്ചറിൽ മാത്രമായി അത് ചുരുക്കിയേക്കാം, ഓർഡിനറി ബസ്സുകൾ മാത്രമായി ചുരുക്കിയേക്കാം. KSRTCയിൽ പ്രതിദിനം 12 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാർ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം. വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകും ഒരുപക്ഷെ KSRTCക്ക്, സംശയമില്ല. അപ്പോൾ അതനുസരിച്ചുള്ള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബാധ്യത കണക്കിലെടുക്കണം. KSRTCക്ക് ഓരോ മാസവും കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകുന്നുണ്ട്, ശമ്പളത്തിനും പെൻഷനും മറ്റുമായി, നഷ്ടങ്ങൾ നികത്താനും മറ്റുമായി. അപ്പോൾ ഈ തുക കൂടി വരുമ്പോൾ ഏതാണ്ട് 3 കോടി 4 കോടി രൂപയോളം ഒരു ദിവസം നഷ്ടം വരുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു മാസം വരുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് കൂടി നമ്മൾ കണക്കാക്കണം. 120 കോടി രൂപ അതിനായി വേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള തീരുമാനവും ഒരുപക്ഷെ ഇന്നുണ്ടായേക്കാം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടയിൽ AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച സംഭവത്തിൽ പിണറായിയുടെ ഗൺമാന്മാർക്ക് കുരുക്കുമുറുകും. വീണുകിടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞ് വീണ്ടും തലക്കടിച്ച ഗൺമാന്മാരായ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവർക്കെതിരെ വധശ്രമത്തിലുള്ള വകുപ്പുകൾ കൂടി ചുമത്തും. ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കൈവിരലിലും പൊട്ടലേറ്റിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കൃത്യമായി രേഖപ്പെടുത്തിയാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്ത് കിടക്കേണ്ടി വരും. ഡിസംബർ 15 ജനാധിപത്യത്തിന് നിരക്കാത്ത ക്രൂരമായ മർദ്ദനം അരങ്ങേറിയത്. മുഖ്യമന്ത്രി ഉൾപ്പെട്ട നവകേരള ബസ് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കടന്നുപോയപ്പോൾ റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും
അജയ് ജുവൽ കുര്യാക്കോസിനെയും ലോക്കൽ പോലീസ് തടഞ്ഞു. പോലീസിന് വഴങ്ങിയ പ്രവർത്തകർ നടന്നു നീങ്ങുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ സഞ്ചരിച്ച വാഹനം നിർത്തുന്നു. അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിൽ ലാത്തിയുമായി എത്തിയ അവരുടെ ആദ്യ അടി വീഴുന്നത് അരൂർ എസ്ഐയുടെ ശരീരത്തിലായിരുന്നു. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി ഗൺമാൻമാർ അടിച്ചു. അടിയിൽ തോമസിന്റെ തല പൊട്ടി ചോരയൊഴുകി. എന്നിട്ടും മർദ്ദനം തുടർന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം നിർത്താതെ കടന്നു പോകേണ്ട അകമ്പടി വാഹനത്തിലെ ഉദ്യോഗസ്ഥരാണ് നിയമം ലംഘിച്ച് പുറത്തിറങ്ങി ആയുധങ്ങൾ ഉപയോഗിച്ച് നിരായുധരായ പ്രവർത്തകരെ മർദ്ദിച്ചത്. അടി തടയുന്നതിനിടയിൽ സിവിൽ പോലീസ് ഓഫീസറുടെ കൈവിരലിലെ എല്ലിനും അന്ന് പൊട്ടലേറ്റു. എന്നാൽ ജനറൽ ആശുപത്രിയിൽ ഫസ്റ്റ് എയ്ഡ് നൽകിയ ശേഷം പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്താതെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. പരാതിയുമായി സൗത്ത് പോലീസിൽ അടിയേറ്റവർ കയറിയിറങ്ങിയെങ്കിലും കേസെടുക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ കോടതി ഇടപെട്ടു. പലതവണ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടിട്ടും അനിൽ കല്ലിയൂരോ സന്ദീപോ ഹാജരായില്ല. ഇതിനിടയിൽ പലപ്പോഴും നിയമ സംവിധാനങ്ങളെ ആകെ നോക്കുകുത്തിയാക്കി അവർ മുൻ മുഖ്യമന്ത്രിക്കൊപ്പം ആലപ്പുഴയിൽ വന്നുപോയി. ഒടുക്കം സൗത്ത് പോലീസ് ഗതികെട്ട് തിരുവനന്തപുരത്തെത്തി VIP പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തി. AD തോമസിന്റെ തലയിൽ വലിയ ലാത്തി കൊണ്ട് ആവർത്തിച്ചടിച്ച് തല പൊട്ടി ചോരയൊലിച്ചിട്ടും ജാമ്യം കിട്ടുന്ന നിസ്സാര വകുപ്പുകൾ മാത്രമാണ് സൗത്ത് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളം മുഴുവൻ കണ്ട മർദ്ദന ദൃശ്യങ്ങൾ പോലീസിന് മാത്രം ലഭ്യമായില്ല എന്ന നുണ പറഞ്ഞ് കേസ് എഴുതി തള്ളി. സംഭവ സ്ഥലത്ത് അന്നുണ്ടായിരുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകൻ മൊഴി നൽകുകയും ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടും സൗത്ത് പോലീസ് കേസ് അട്ടിമറിച്ചു. അന്നത്തെ സംഭവം ഞാൻ കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥന് എൻ്റെ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും അവിടെ നടന്ന സംഭവം കൃത്യമായി ഞാൻ പറയുകയും ചെയ്തതാണ്. പക്ഷേ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നത് അങ്ങനെ ദൃശ്യം ഇല്ലെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നത്. പക്ഷെ അത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏത് രീതിയിൽ അന്വേഷിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്ത കാര്യമായിപ്പോയി. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ കേസ് പുനരന്വേഷിക്കപ്പെടുമ്പോൾ വീണുകിടന്ന പ്രവർത്തകരുടെ തല തല്ലിപ്പൊളിച്ച പോലീസ് ഉന്നതർക്കെതിരെ വധശ്രമത്തിന്റെ കുരുക്ക് മുറുകുമെന്ന് ഉറപ്പിക്കാം. കൈവിരലൊടിഞ്ഞ പോലീസുകാരിൽ നിന്നുകൂടി അന്വേഷണ സംഘം വിവരം തേടിയാൽ പുറം ലോകം അറിയാതെ പോയ മർദ്ദനത്തിന്റെ പുതിയ കഥകൾ കൂടി പുറത്തു വരും. ഒരു കേസ് എങ്ങനെ ഒതുക്കി തീർക്കണമെന്നും എങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തണമെന്നും കേരള പോലീസിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മറഞ്ഞുകിടക്കുന്ന സത്യത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. ശരണ്യ സ്നേഹജൻ തത്സമയം ചേരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഏതായാലും വധശ്രമമടക്കം ചുമത്തും ഇവർക്കെതിരെ. ശരണ്യ റിപ്പോർട്ട് അനുസരിച്ച് കയ്യിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈ പോലും അടിച്ചൊടിച്ചിരുന്നു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഈ നേരത്തെ പറഞ്ഞ പോലെ അജയ് ജുവലിനെയും KD തോമസിനെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസുകാരുടെ കൈവിരൽ പോലും അടിച്ചൊടിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രക്ഷാപ്രവർത്തകരായ 2 പേർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനൊപ്പം തുടരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥർ പോലീസ് സംഘടന വഴി, ഇടത് സംഘടന വഴിയുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്നാണ് വിവരം. പുതിയ മന്ത്രിമാരുടെ സുരക്ഷാ ചുമതലയ്ക്ക് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പ്രതികൂല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പേരില്ല. 2 പേരെ ഒഴിവാക്കി. ഇവരോട് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനിൽകുമാറും സന്ദീപും പക്ഷേ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്താണ് ഇവർ ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരണ്യ, ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വധശ്രമം ചുമത്തും, വകുപ്പ് തല നടപടികൾ വരും, സംശയമില്ല. അതിനുള്ള വളരെ വേഗമാണ്, വളരെ ക്വിക്ക് ആക്ഷനാണ് വി ഡി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിയമിച്ചു കഴിഞ്ഞു. ഇനി റിപ്പോർട്ട് ലഭിക്കേണ്ട കാലതാമസം മാത്രമാണുള്ളത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവരുടെ സ്വാധീനം ഇപ്പോഴും പോലീസ് സേനയിൽ തുടരുന്നുണ്ടോ?
രഞ്ജിത്ത് നിയമ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച് അപഹാസ്യരാക്കി നിർത്തിയ സംഭവമായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഈ AD തോമസിനെയും ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച ആ കേസ്. അതിന്റെ അന്വേഷണത്തിന് തുടക്കം മുതൽ തന്നെ പോലീസ് അത് അവർക്ക് മുകളിൽ നിന്നുള്ള ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിരുന്നു ആ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തനിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് അവിടെ നടന്നതെന്ന് ഈ കേരളം മുഴുവൻ കണ്ട ഈ മർദ്ദന ദൃശ്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തതോടുകൂടി ഈ ഗൺമാൻമാർക്ക് എതിരെയുള്ള കേസ് അന്വേഷണം തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമ്മർദ്ദം ചേർന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ്. പോലീസ് ഓരോ ഘട്ടത്തിലും നാണം കെട്ട് മുന്നോട്ട് പോയൊരു കേസാണ്. കാരണം പലതവണ സൗത്ത് പോലീസ് ഈ ഗൺമാൻമാരോട് ഇവരുടെ ഹാജരായി നോട്ടീസ് നൽകി, ഹാജരായി മൊഴി നൽകണമെന്ന് നോട്ടീസ് നൽകി. പക്ഷെ ഒരിക്കൽ പോലും അവർ ഇവിടെ വന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ഇവർ ഹാജരായോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നാണം കെട്ട് അന്നത്തെ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ VIP പ്രതികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയാണ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്ന ഗതികേട് അത് ഉണ്ടായി എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനിൽ കല്ലിയൂർ ആണെങ്കിലും അതുപോലെ തന്നെ സന്ദീപ് ആണെങ്കിലും ഇവര് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിലേക്ക് കയറാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് ഇവരെ ഇപ്പോൾ ഇവരെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ലോ ആൻഡ് ഓർഡറിലേക്ക് പോകുമോ അതോ നിലവിൽ ഈ അന്വേഷണം വരുമ്പോൾ അതിനകത്ത് ഇവർ ജോലി എടുക്കേണ്ടി വരുമോ അതോ പുറത്ത് നിൽക്കേണ്ടി വരുമോ അതോ ജയിലിനകത്തേക്ക് പോകുമോ എന്നുള്ള 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ടത് അന്ന് ഈ ചെറുപ്പക്കാർ വീണ് കിടന്ന സമയത്ത് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ 2023 ഡിസംബർ 15-നാണ് ഈ സംഭവം നടന്നത്. വഴിയരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച 2 പേരായിരുന്നു ഇന്നത്തെ നിയുക്ത MLA AD തോമസും അതുപോലെ തന്നെ അജയ് ജുവൽ കുര്യാക്കോസും. അന്ന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച ആ ഘട്ടത്തിൽ തന്നെ അവരെ അരൂരിലെ പോലീസായിരുന്നു അവിടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നിന്നിരുന്നത്. അരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ ഇവരെ അപ്പോൾ തന്നെ മാറ്റി. ഈ ചെറുപ്പക്കാർ നടന്ന് പോകുന്നതിനിടയിലാണ് ഈ അനിൽ കല്ലിയൂറിന്റെയും സന്ദീപും അടങ്ങിയ വാഹനം അവിടെ വന്ന് നിർത്തുന്നു. അതും പ്രോട്ടോകോൾ ലംഘനമായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ അതിനോടൊപ്പം അകമ്പടി പോകേണ്ട വാഹനമാണ്. ഇവർ മറ്റ് ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും കൈവശം വെക്കേണ്ടവരല്ല. പക്ഷെ ഇവർ വലിയ ലാത്തിയുമായി ഇറങ്ങി വന്ന മാറി, അതായത് ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. വീണ് കിടന്ന സമയത്ത് അടിച്ചപ്പോൾ ഇവർ വീണ് കഴിഞ്ഞ് തോമസിന് തലയ്ക്കാണ് അടിയേൽക്കുന്നത്. അടിയേറ്റ് ചോര വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ വീണ്ടും മർദ്ദിച്ചു എന്നുള്ളതാണ്. അതായത് ആ കൈകൊണ്ട് പല അടികളും ആ ചെറുപ്പക്കാർ തടഞ്ഞില്ലായിരുന്നു എങ്കിൽ തലയടിച്ച് പൊളിച്ച സാഹചര്യം വീണ്ടും കുറച്ചുകൂടി ക്രൂരമാകുമെന്നാണ്. അന്ന് തോമസിന്റെ തലയ്ക്ക് അടിയേറ്റ് ചോര ഒഴുകി. അതോടൊപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസിന്റെ ഷോൾഡറിന് ഡിസ്ലൊക്കേഷൻ വന്നു അടിയേറ്റ്. അതിനോടൊപ്പം ഇവർ മറച്ചുവെച്ച മറ്റൊരു സംഭവം കൂടിയുണ്ട്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ കൈവിരലിന് പൊട്ടലേറ്റിരുന്നു എന്നുള്ളതാണ്. കൈവിരലിന്റെ എല്ലിന് പൊട്ടലേറ്റു. അത് ശരണ്യ സ്നേഹ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. നമുക്ക് മറ്റൊരു വാർത്ത, ഒരു കൗതുകമുണർത്തുന്ന വാർത്തയാണ്. മറ്റൊന്നുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായും മന്ത്രിയായി അപ്രതീക്ഷിതമായി തെരഞ്ഞെടുക്കപ്പെട്ട OJ ജനീഷിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പറിലും വിസ്മയം. അതായത് തെരഞ്ഞെടുപ്പിൽ 8308 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജനീഷ് ജയിച്ചത്. ഇപ്പോഴിതാ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറും അതേ അക്കം തന്നെയാണ്. മിനിയാന്ന് വൈകിട്ട് ഭാര്യ ശ്രീലക്ഷ്മിയാണ് ഇക്കാര്യം ജനീഷിന് ചൂണ്ടിക്കാട്ടിക്കൊടുത്തത്. KL 11 CB 8308 എന്ന നമ്പറിലുള്ള കാർ താൻ ആവശ്യപ്പെട്ടതല്ലെന്നും അവിചാരിതമായി ലഭിച്ചതാണെന്നുമാണ് ജനീഷ് പറയുന്നത്. ഇനി കേരള സ്റ്റേറ്റ് കാറിൻ്റെ നമ്പർ 10 എന്ന് മാറിയാലും 8308 എന്ന നമ്പർ നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഔദ്യോഗിക വാഹനത്തിൽ കയറിപ്പോയെങ്കിലും രജിസ്ട്രേഷൻ നമ്പർ ശ്രദ്ധിച്ചിരുന്നില്ല. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലാണ് കന്നി അംഗത്തിൽ ജനീഷ് ജയിച്ചത്. 10 വർഷം MLA ആയിരുന്ന VR സുനിൽകുമാറിനെയാണ് 8308 ഈ വണ്ടി നമ്പറിൻ്റെ അക്കമായ 8308 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. നമ്പറിലെ കൗതുകം തിരിച്ചറിഞ്ഞ് ഔദ്യോഗിക വാഹനത്തിനടുത്തിരുന്ന് അവർ ചിത്രമെടുത്തു. ആ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. വല്ലാത്ത ഒരു കൗതുകം. ജനീഷിൻ്റെ മന്ത്രിസ്ഥാനം തന്നെ വലിയ ഒരു കൗതുകമായിരുന്നു. ഇപ്പോൾ ഈ നമ്പരും കൗതുകമായിരിക്കുന്നത് ഏറെ പ്രത്യേകതയാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് മരിച്ച സോന തന്നെയെന്നാണ് സ്ഥിരീകരണം. ഈ ഭർത്താവിന് ഈ സംഭവത്തിൽ പങ്കില്ല എന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരു സ്ത്രീ പെട്രോൾ വാങ്ങി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് വന്നിരുന്നത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, എന്താണ് സംഭവിച്ചത്? എന്താണ് പോലീസിന്റെ ഏറ്റവും ഒടുവിലത്തെ നിഗമനം?
രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ഈ കാർ കത്തി ഗർഭിണിയായ യുവതി മരിച്ച അന്ന് തന്നെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും കാറിൻ്റെ ഈ പെട്രോൾ ടാങ്കിൽ യാതൊരു വിധത്തിലുള്ള ചോർച്ച കണ്ടെത്തിയിരുന്നില്ല, അല്ലെങ്കിൽ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും. ഒപ്പം ഇലക്ട്രിക് ഭാഗങ്ങളിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിൻ്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു പരിശോധനാ ഫലം വന്നത്. ഒപ്പം എഞ്ചിൻ ഭാഗത്ത് പ്രത്യേകിച്ച് പരുക്കുകളോ അല്ലെങ്കിൽ തീപിടുത്തമോ അല്ലെങ്കിൽ റേഡിയേറ്റർ പൊട്ടിത്തെറിച്ചുള്ള അപകടമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതായത് സാധാരണഗതിയിൽ ഒരു കാറിന് ഓട്ടത്തിനിടയിൽ സംഭവിക്കാവുന്ന ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ആ കാറിനുള്ളതായി തോന്നിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഈ മരിച്ച സോനയുടെ ഭർത്താവിലേക്ക് ആദ്യം സംശയമുന നീങ്ങിയത്. കുടുംബം തന്നെ സോനയുടെ ബന്ധുക്കൾ അടക്കം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ നടത്തി. പിന്നീടാണ് അന്നത്തെ ദിവസം ഈ സോന പോയ ഇടങ്ങൾ, അന്ന് ചെയ്ത കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയത്. ആ ഘട്ടത്തിലാണ് സോനയുടെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു അന്ന് സോന രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. വൈകുന്നേരം ഈ ഷോപ്പിങ്ങിനായി സഹോദരിയുടെ മകൾക്കൊപ്പം അവർ പോവുകയും പല കടകളിൽ കയറി ഷോപ്പിംഗ് നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പെട്രോൾ പമ്പിൽ നിന്നും കന്നാസിൽ പെട്രോൾ വാങ്ങി സോന മടങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടത്. ആദ്യം ആ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും പിന്നീട് സോനയുടെ അടക്കം ബന്ധുക്കളെ എത്തിച്ച് ഈ ദൃശ്യങ്ങൾ കാണിച്ച് അത് സോന തന്നെ ആയിരുന്നു എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് 7:30-ക്ക് ശേഷം ഈ ഭർത്താവുമൊത്ത് കാറിൽ പോയത്. അപ്പോഴാണ് ഈ അപകടം നടക്കുകയും ചെയ്യുന്നത്. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒപ്പം ഈ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിലും കാറിനുള്ളിൽ ഈ പെട്രോളിന്റെ ഒരു സാന്നിധ്യം കണ്ടെത്തി. അതാണ് സംഭവം. ഏതായാലും സോന തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, കോഴിക്കോട്ട് നിന്നുള്ള മറ്റൊരു വാർത്തയാണ്. അംഗനവാടി ജീവനക്കാരിയെ ലൈംഗികമായി അതിക്രമിച്ച CPM നേതാവ് ഒളിവിലാണ്. പ്രതി MM പ്രസാദിനെ CPM സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇയാൾക്ക് അന്വേഷണം തുടരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇടവേള. മുഴുവൻ സമയ അഭിഭാഷകൻ US-ഇറാൻ സംഘർഷത്തിൽ സജീവമായി ഇടപെടുന്നതിനിടെ ഏറ്റവും പുതിയ ചില സർവേകൾ US-ൽ പുറത്തു വരികയാണ്. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം ഭരണകാലത്തെ അപ്രൂവൽ റേറ്റിംഗ് എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ആശങ്കകളും നിർണായകമായ US ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിജയ സാധ്യതകളെ ട്രംപിൻ്റെ ഈ പ്രവർത്തികൾ ദോഷകരമായി ബാധിക്കുമെന്നും സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. ട്രംപിന്റെ ജനസമ്മതി 37% കുറഞ്ഞു. ഇത് 54-55 നിന്നൊക്കെയാണ് 37%മായിട്ട് യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നതെന്ന് കുറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭരണകാലത്ത് ഏറ്റവും കുറഞ്ഞ റേറ്റിംഗായി ചൂണ്ടിക്കാണപ്പെടുന്നു. ഈ ഭരണകൂടത്തിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെതിരെ ഭൂരിഭാഗം വോട്ടർമാരും 2/3 വോട്ടർമാരും എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. സാമ്പത്തിക ആശങ്കകൾ പ്രധാന ഒരു ഘടകമാണ്. സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്തതിൽ ട്രംപ് മോശമാണ് എന്ന് 64% ആളുകൾ പറയുന്ന പശ്ചാത്തലമുണ്ട്. ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ട്രംപിന് നൽകുന്ന സാഹചര്യം ഇതുകൊണ്ടാണ് ഒരുങ്ങുന്നത്. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ 2026 ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും നിർണായകമാണ്. കാരണം പല കാര്യങ്ങളും തീരുമാനമെടുക്കാനും നിയമനിർമ്മാണങ്ങൾ നടത്താനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാവിയുമൊക്കെ തീരുമാനിക്കുന്നത് ഇടക്കാല തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് വലിയ പ്രതിസന്ധിയിലാണ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും എന്നുള്ളതാണ്. ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ നിന്നുള്ള വ്യോമഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യ റഷ്യയുമായി കരാറിലേർപ്പെട്ട S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ 4ാമത്തെ സ്ക്വാഡ്രൺ ഈ ആഴ്ച ഇന്ത്യയിലെത്തും. നമുക്കറിയാം, നേരത്തെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട യുദ്ധമുണ്ടായപ്പോൾ നിരവധി മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ ഇന്ത്യക്ക് സഹായകരമായത് S-400 ആയിരുന്നു. അതിനുശേഷമാണ് റഷ്യയുമായി പുതിയ കരാറുണ്ടാക്കുകയും 4-5 എണ്ണം 3 നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, 4ാമത്തെയും 5ാമത്തെയും വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇത് വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള 5ാമത്തേത് അടുത്ത വർഷത്തോടെ ലഭ്യമാകുമെന്നാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് രാജസ്ഥാനിലായിരിക്കും ഈ S-400 വിക്ഷേപിക്കുക അല്ലെങ്കിൽ സജ്ജമാക്കി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുദർശൻ ചക്ര എന്നാണ് ഇതിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഘടകങ്ങളും കൃത്യമായി അസംബിൾ ചെയ്തെടുക്കുന്ന സംവിധാനമാണ്. അതിൻ്റെ പാർട്സ് മാത്രമാണ് ഇന്ത്യയിലേക്ക് വരിക. അതിനുശേഷം അസംബിൾ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. 40 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയുള്ള വ്യത്യസ്ത ദൂരങ്ങളിലേക്ക് തൊടുക്കാവുന്ന 4 തരം മിസൈലുകളും ഈ S-400 സംവിധാനത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകം തന്നെ നമ്മുടെ വിവിധ അതിർത്തികളിൽ ഈ S-400 ഉണ്ട്. 2018 മുതൽ S-400 സംരക്ഷണം നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കണം.
IPL-ൽ വൈഭവ് സൂര്യവംശി ഒരിക്കൽ കൂടി കത്തിക്കയറുകയാണ്. ഇന്നലെ രാജസ്ഥാനെ മിന്നും ജയത്തിലെത്തിച്ച മത്സരത്തിൽ 10 സിക്സറുകളാണ് വൈഭവ് സൂര്യവംശി അടിച്ചുകൂട്ടിയത്. അതടക്കം വൈഭവിൻ്റെ റൺ നിരക്ക് 38 പന്തിൽ നിന്ന് 93 റൺസാണ് ഇന്നലെ മാത്രം നേടിയത്. 38 പന്തിൽ നിന്ന് നേടിയ ഈ റൺസിൽ 7 ഫോറും 10 സിക്സറുകളും വൈഭവിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടികയിൽ വൈഭവ് ഒന്നാമതെത്തി. കേവലം 13 മത്സരങ്ങളിൽ നിന്ന് 579 റൺസാണ് ഇപ്പോൾ വൈഭവ് നേടിയിരിക്കുന്നത്. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരങ്ങളുടെ പട്ടികയിൽ രണ്ടാമതെത്താനും വൈഭവിന് സാധിച്ചു. 53 സിക്സറുകൾ ഇതിനകം ഈ IPL മത്സരങ്ങളിൽ 13 IPL മത്സരങ്ങളിൽ വൈഭവ് സൂര്യവംശി അടിച്ചു കൂട്ടിക്കഴിഞ്ഞു. ഇതിനു മുൻപ് വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിലാണ് മുന്നിലുള്ളത്, തലപ്പത്തുള്ളത്. വൈഭവിന് ഇനിയും മത്സരങ്ങൾ, അത് 59 കേട്ടോ. വൈഭവിന് ഇനിയും മത്സരങ്ങൾ ബാക്കിയുള്ളതിനാൽ ഈ റെക്കോർഡ് തകർക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സംശയമില്ല, ഇത്തവണ ഓറഞ്ച് ക്യാപ്പ് വൈഭവിനായിരിക്കും എന്ന കാര്യത്തിൽ. കമൽഹാസന്റെ പുതിയ പ്രവൃത്തിയിൽ സിനിമാ ലോകം കൈയടിക്കുകയാണ്. പുതിയ ചിത്രത്തിന്റെ സെറ്റിലേക്ക് പോകാൻ ചാർട്ടേഡ് വിമാനങ്ങളും ആഡംബരങ്ങളും മറ്റും ഒഴിവാക്കി കമൽഹാസൻ സാധാരണ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാവുകയാണ്. കൽക്കി 2898 AD എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണത്തിനായാണ് എക്കണോമിക് ക്ലാസ്സിൽ അദ്ദേഹം യാത്ര ചെയ്തത്. കൽക്കിയുടെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. നിർമ്മാണ ചെലവ് കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അടുത്തിടെ സംസാരിച്ചിരുന്നു. അതിന് തുടർച്ചയായാണ് ഈ നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സിനിമാ ലോകം കടന്നു പോകുമ്പോൾ ഒരു ഇതിഹാസ താരം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് അഭിനന്ദനാർഹമാണെന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വിവരങ്ങൾ. പക്ഷേ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമയിലെ മറ്റ് സ്റ്റാഫുകൾക്ക് ഇങ്ങനത്തെ ചെലവ് കുറയ്ക്കുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അനാവശ്യമായ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തുകയും ചെയ്യരുത്. വിദേശയാത്രകൾ ലാഭിക്കണം, കൂടുതൽ സ്റ്റാഫുകളെ ഒപ്പം കൂട്ടുന്ന സംവിധാനം, സഹായികളെ കൂട്ടുന്ന സംവിധാനം അവസാനിപ്പിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. പക്ഷേ സാധാരണ തൊഴിലാളികളെ ഇത് ബാധിക്കരുത് എന്ന നിർദ്ദേശവും കമൽഹാസന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ടെക് ലോകത്ത് വലിയ ചർച്ചയായി മെറ്റയിലെ കൂട്ടപ്പിരിച്ചുവിടൽ. മെയ് 20 ബുധനാഴ്ച ഏകദേശം 8000-ഓളം ആളുകളെ പിരിച്ചുവിടുമെന്നാണ് മെറ്റ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി വടക്കേ അമേരിക്കൻ ജീവനക്കാരുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ മെറ്റ നിർദ്ദേശിച്ചിരിക്കുന്നു. ഏകദേശം 10% ജീവനക്കാരെയാണ് പിരിച്ചുവിടുന്നത്. കമ്പനി 6000-ഓളം ഒഴിവുകൾ നിർത്തലാക്കുകയും ചെയ്യുമെന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഒപ്പം മെയിലുകളെത്തും. 4 പുതിയ AI കേന്ദ്രീകൃത സംവിധാനങ്ങളിലേക്ക് മാറുമെന്നും HR മേധാവി അറിയിച്ച മെയിലിൽ പ്രധാനമായുണ്ട്. ഈ വിരമിക്കുന്നവർക്ക് അല്ലെങ്കിൽ പിരിച്ചുവിടുന്നവർക്ക് 16 മാസത്തെ ആനുകൂല്യങ്ങൾ, 16 ആഴ്ചത്തെ, അതായത് 4 മാസത്തെ ആനുകൂല്യങ്ങൾ നൽകും, ശമ്പളം നൽകുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ മെറ്റ കൂടുതൽ AI ബേസ്ഡ് സംവിധാനങ്ങളിലേക്ക് മാറുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. AI വേണ്ട എന്ന് അമേരിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള സർവേകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. AI-യുമായി ബന്ധപ്പെട്ട പ്രാദേശികമായി നിരവധി എതിർപ്പുകൾ ഉയരുന്നു. ആമസോണും ഗൂഗിളും മൈക്രോസോഫ്റ്റും അടക്കമുള്ള ടെക് കമ്പനികൾ AI അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പണം ചിലവഴിക്കുന്നതിനിടയിലാണ് അമേരിക്കയിൽ വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉയരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തൊഴിൽ നഷ്ടം, ഓട്ടോമേഷൻ സംബന്ധമായ ഭയങ്ങൾ, പാരിസ്ഥിതിക ആഘാതം, വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപഭോഗം എന്നിവ സംബന്ധിച്ച ആശങ്കകളാണ് അമേരിക്കരെ AI-ക്കെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഏകദേശം പകുതിയോളം അമേരിക്കരും 10-7 അമേരിക്കരും, പകുതിയിൽ കൂടുതൽ അമേരിക്കരും ഇതിന് രംഗത്ത് വന്നിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇതിനിടയിൽ ഈ ആഗോള സാമ്പത്തിക ഇന്ധന പ്രതിസന്ധിക്ക് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് ഇലക്ട്രിക് 2 വീലറുകൾ ഇപ്പോൾ അവരുടെ വിൽപ്പനയിൽ കോളടിച്ചിരിക്കുകയാണ്. ഈ മെയ് മാസത്തെ ആദ്യ 2 ആഴ്ച ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന 49,809 കുതിച്ചെത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 13.5% വളർച്ചയുണ്ട്. വൈദ്യുതി കാറുകളുടെ വിൽപ്പന അതേസമയം ഇടിഞ്ഞിട്ടുണ്ട്. വൈദ്യുതി വാഹനങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടതും പ്രധാനമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഗ്രാമീൺ ബാങ്കുകൾക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. പെട്രോൾ ഡീസൽ കാറുകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. 9 മണി വാർത്ത പൂർത്തിയാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി സജിത്ത് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.